PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് മുതൽ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. 31ാമത്തെ ക്വസ്റ്റ്യൻ, തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയതി. തരംഗങ്ങളുടെ വിവിധതരം സവിശേഷതകളാണല്ലേ ആയതി, തരംഗ ദൈർഘ്യം, ആവൃത്തി, തരംഗവേഗം, പീരീഡ് എന്നൊക്കെ പറയുന്നത് തരംഗങ്ങളുടെ വിവിധതരം സവിശേഷതകളാണ്. അതിൽ ആയതി എന്താണ്? തുലന സ്ഥാനത്തു നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ഇത് എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി തരംഗ ദൈർഘ്യം എന്താണ്? മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. ഇത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ്. പിന്നെ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താണ് ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ആവൃത്തി എന്നാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇനി നമുക്ക് ആവൃത്തി കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ എന്താണ്? ആവൃത്തി ഈസ് ഈക്വൽ ടു കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾക്കുണ്ടാകാൻ എടുത്ത സമയം. ഓക്കെ, കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം. ഈ ഒരു ഇക്വേഷനിലൂടെയാണ് ആവൃത്തി കണ്ടുപിടിക്കുന്നത്. ആവൃത്തിയും പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ? തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇത് ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ ആവൃത്തിക്ക് എഫ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചാൽ ആവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയമാണ് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എണ്ണത്തിന് നമ്മൾ എൻ എന്നും ആ ടൈമിനെ നമ്മൾ ടി എന്നും എടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി എന്ന് കിട്ടും. ആവൃത്തി ഈസ് ഈക്വൽ ടു കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം. ഇതാണ് ഇക്വേഷൻ. ഇനി എന്താണ് തരംഗവേഗം? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് നമുക്കറിയാം. ഒരു പീരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം. അപ്പോൾ തരംഗ ദൈർഘ്യവും തരംഗവേഗവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തരംഗവേഗമെന്നും ഒരു പീരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തരംഗ ദൈർഘ്യമെന്നും പറയും. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. വേറൊന്നുമില്ല, നമ്മുടെ ഈ സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലോട്ട് ആക്കിയാൽ മതി. ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതിയേ. എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 9/5 + 32. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സെൽഷ്യസിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്താൽ മതി. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണോ ഉള്ളത് ആ ഒരു വാല്യൂ അവിടെ സെൽഷ്യസിൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. C4 സെൽഷ്യസ് ആണ്. ക്വസ്റ്റ്യൻ 33, ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 5 ആണ്. എന്താണ് pH മൂല്യം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിനുള്ള ഉപകരണമാണ് pH സ്കെയില്. ഓക്കെ, അപ്പോൾ ഈ ഒരു pH സ്കെയിലിൽ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് pH മൂല്യം എന്ന് പറയുന്നത്. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം 0 മുതൽ 14 വരെയാണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും pH മൂല്യം 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ഉണ്ടാകും. നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7 ആണ്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ശുദ്ധജലം ഒരു നിർവീര്യ വസ്തുവാണ്. നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം എപ്പോഴും 7 ആയിരിക്കും. മിക്ക വിളകൾക്കും യോജിച്ച മണ്ണിൻ്റെ pH മൂല്യം 6.5 മുതൽ 7.2 വരെയാണ്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം pH 7 to 8 വരെയാണ്. pH 5നോട് അടുത്ത മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അഭികാമ്യം. അപ്പം ഉരുളക്കിഴങ്ങിന് യോജിച്ച മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? pH 5. ഇനി നമുക്ക് കുറച്ച് പദാർത്ഥത്തിൻ്റെ pH മൂല്യം കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാമേ. വിനാഗിരിയുടേത് 2.2, ചുണ്ണാമ്പ് വെള്ളം 12.3, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 3.5, ജലം 7, അലക്കുകാര ലായനി 11.6, അമോണിയ ലായനി 14.0, പൊട്ടാസ്യം നൈട്രേറ്റ് ലായനി 7, സോഡിയം ക്ലോറൈഡ് ലായനി 7. 34ാമത്തെ ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹൈഡ്രജൻ.
മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധിയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളെ. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ സ്ഥാനം നമുക്കൊന്ന് നോക്കാം. മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികയാണ്. എന്നാൽ ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമികയാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. എന്നാൽ ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ മാത്രം വാതകാവസ്ഥയിലാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജം ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. അടുത്തത് ഹീലിയം. പീരിയോഡിക് ടേബിളിലെ 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ട വാതകങ്ങൾ എന്നാണ്. 18-ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഈ ഇത്രയും മൂലകങ്ങളും അറിയപ്പെടുന്നത് എന്താണ്? ഉത്കൃഷ്ട വാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാലാണ് ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് നൈട്രജൻ ആണ്. 15-ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് നൈട്രജൻ കുടുംബം എന്നാണ്. നൈട്രജൻ കുടുംബത്തിൽ അല്ലെങ്കിൽ 15-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. ഇത്രയും മൂലകങ്ങളാണ് 15-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ. അടുത്തത് കാർബൺ. 14-ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് കാർബൺ കുടുംബം എന്നാണ്. 14-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം. 35-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏതു രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ആൻസർ ഓപ്ഷൻ സി, അമോണിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. എന്തൊക്കെയാണ്? ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും ഉണ്ട്. അതിൽ ഭൗതിക ഗുണങ്ങൾ ആദ്യം നോക്കാം. നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്, തീവ്രനാശക സ്വഭാവം, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ, ജലത്തിൽ ലയിക്കുന്നു. ഇനി രാസഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാസഗുണങ്ങൾ തന്നെ 3 തരത്തിലുണ്ട്. 1 ജലത്തോടുള്ള പ്രതിപത്തി, 2 നിർജ്ജലീകരണ ഗുണം, 3 ശോഷകാരക ഗുണം. ഇതിൽ ജലത്തോടുള്ള പ്രതിപത്തി നോക്കാം. ഗാഢ സൾഫ്യൂരിക് ആസിഡിലേക്ക് ജലം ചേർക്കുന്ന രാസപ്രവർത്തനം ഏത് തരം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? താപമോചന പ്രവർത്തനം. ആസിഡിനെ നേർപ്പിക്കാനായി ജലത്തിലേക്ക് അല്പമായി ചേർത്ത് ഇളക്കണം. കാരണം എന്ത്? ആസിഡിലേക്ക് ജലം ചേർത്താൽ അത് താപമോചക പ്രവർത്തനമായതിനാൽ അപകട സാധ്യത ഉണ്ടാകാം. ഇക്കാരണത്താലാണ് ജലത്തിലേക്ക് ആസിഡ് ചേർക്കുന്നത്. അടുത്ത നമുക്ക് നിർജ്ജലീകരണ ഗുണം നോക്കാമേ. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒരു ശക്തിയേറിയ നിർജ്ജലീകാരിയാണ്. അടുത്തത് ശോഷകാരക ഗുണം. ഒരു പദാർത്ഥത്തോടൊപ്പം ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ. എക്സാമ്പിൾ Cl2, SO2, HCl എന്നീ വാതകങ്ങളുടെ നിർമ്മാണവേളയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരകമായി ഉപയോഗിക്കുന്നു. 36-ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലേത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ആൻസർ ഓപ്ഷൻ സി, സ്റ്റെഫി ഗ്രാഫ് ആണ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യം സ്റ്റെഫി ഗ്രാഫിനെ കുറിച്ച് നോക്കാമേ. പ്രശസ്തയായ ജർമ്മൻ ടെന്നീസ് താരം. 1987 നടന്ന ഫ്രഞ്ച് ഓപ്പണിൽ മാർട്ടിന നവരത്തിലോവയെ തോൽപ്പിച്ചാണ് സ്റ്റെഫി ഗ്രാഫ് തൻ്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയത്. 1988 ഒരു കലണ്ടർ വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം നേടുന്ന 3ാമത്തെ വനിതാ താരമായി മാറി സ്റ്റെഫി ഗ്രാഫ്. 1988 ഗോൾഡൻ സ്ലാം നേടി 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരം കൂടിയാണ് സ്റ്റെഫി ഗ്രാഫ്. ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ 3ാമത്തെ വനിതാ താരമാണ് സ്റ്റെഫി ഗ്രാഫ്. അടുത്തത് മാർട്ടിന നവരത്തിലോവ. പ്രശസ്തയായ ചെക്ക് അമേരിക്കൻ ടെന്നീസ് താരം. 1978 ടെന്നീസ് റാങ്കിൽ 1ാമതെത്തി. തുടർച്ചയായി 6 വിംബിൾഡൺ കിരീടങ്ങൾ നേടി. സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരം 59 തവണ. 4 വർഷത്തിൽ കൂടുതൽ സിംഗിൾസിലും ഡബിൾസിലും 1ാം റാങ്കിൽ തുടർന്ന ഏക താരം. ആകെ മൊത്തം 167 ടെന്നീസ് കിരീടങ്ങൾ നേടി. 2003 ലിയാണ്ടർ പേഴ്സുമായി ചേർന്ന് വിംബിൾഡൺ മിക്സഡ് ഡബിൾസ് കിരീടം നേടി.
അടുത്തത് നൊവാക് ജോക്കോവിച്ച്, പ്രശസ്തനായ സെർബിയൻ ടെന്നീസ് താരം. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ കിരീട ജേതാവ്. ഈ കിരീട നേട്ടങ്ങളോടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന പുരുഷ കായിക താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. 20 ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന മൂന്നാമത്തെ ടെന്നീസ് പുരുഷ താരം. ടെന്നീസ് ചരിത്രത്തിൽ 300 ഗ്രാൻഡ് സ്ലാം വിജയങ്ങൾ നേടുന്ന രണ്ടാമത്തെ പുരുഷ താരം. ടെന്നീസ് ATP റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച ഒന്നാം റാങ്കിൽ തുടർന്ന ടെന്നീസ് താരം എന്ന നേട്ടത്തിന് അർഹനായ വ്യക്തി. 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒന്നിലധികം തവണ നേടിയ ടെന്നീസ് ചരിത്രത്തിലെ മൂന്നാമത്തെ പുരുഷ താരം. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സെർവ് ടു വിൻ. ടെന്നീസിൽ കൂടുതൽ കാലം ഒന്നാം നമ്പർ സ്ഥാനത്ത് തുടർന്നതിൻ്റെ റെക്കോർഡ് നേടിയ താരം. സ്റ്റെഫി ഗ്രാഫിൻ്റെ റെക്കോർഡാണ് 377 ആഴ്ച. 377 ആഴ്ച എന്നുള്ള സ്റ്റെഫി ഗ്രാഫിൻ്റെ റെക്കോർഡ് മറികടന്നത് ഇദ്ദേഹമാണ്. 332 ആഴ്ച ഒന്നാം റാങ്കിൽ തുടർന്ന മാർട്ടിന നവറ്റ്ലോവയാണ് മൂന്നാമത്തത്. അടുത്തത് റോജർ ഫെഡറർ, സ്വിറ്റ്സർലാൻഡുകാരനായ ടെന്നീസ് ഇതിഹാസം. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വർഷം 2003. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വാവ്റിങ്കയുമായി ചേർന്ന് പുരുഷ ഡബിൾസിൽ സ്വർണ്ണ മെഡൽ നേടി. 100 സിംഗിൾസ് കിരീടങ്ങൾ നേടി റെക്കോർഡിട്ട താരം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട സ്വിറ്റ്സർലാൻഡിലെ ആദ്യ വ്യക്തി. 20 ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടങ്ങൾ നേടിയ ആദ്യ കളിക്കാരൻ. ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പ്രായം കൂടിയ താരം. വിംബിൾഡൺ കിരീടം നേടിയ പ്രായം കൂടിയ താരം. 2 ഗ്രാൻഡ് സ്ലാമുകളിൽ തുടർച്ചയായി 5 തവണ കിരീടം നേടിയ ഏക താരം. തുടർച്ചയായി 10 ഗ്രാൻഡ് സ്ലാം ഫൈനലുകളിൽ മത്സരിച്ച ഏക താരം. ഒരു കലണ്ടർ വർഷത്തിലെ 4 ഗ്രാൻഡ് സ്ലാം ഫൈനലുകളിലും 3 തവണ കളിച്ച ഏക താരം. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയ താരം 8 തവണയാണ്. ലോറൈസ് സ്പോർട്സ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം 5 തവണ. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണെന്നാണ്. ഓപ്ഷൻ D ആണ് ആൻസർ. KD ജാദവ്. KD ജാദവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രശസ്തനായ മുൻ ഇന്ത്യൻ ഗുസ്തി താരം. സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വ്യക്തി. ലിയാണ്ടർ പേയ്സ് 1996 വെങ്കല മെഡൽ നേടുന്നതുവരെ 44 വർഷത്തോളം വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെയും ഏക ഇന്ത്യക്കാരനുമായി തുടർന്നു. ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയ വ്യക്തി. പോക്കറ്റ് ഡൈനാമോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഗുസ്തി താരം. 1982 ഏഷ്യൻ ഗെയിംസിൽ ടോർച്ച് റണ്ണിൽ പങ്കെടുത്ത ഇന്ത്യൻ അത്ലറ്റുകളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അടുത്തത് കർണം മല്ലേശ്വരി, സ്വദേശം ആന്ധ്രാപ്രദേശാണ്. പ്രമുഖ മുൻ ഇന്ത്യൻ ഭാരോദ്വഹന താരം. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഭാരോദ്വഹന താരം. മല്ലേശ്വരി സ്നാച്ചിൽ 110 കിലോയും ക്ലീൻ ആൻഡ് ജേർക്ക് വിഭാഗത്തിൽ 130 കിലോയും മൊത്തം 240 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കല മെഡൽ നേടിയത്. പ്രധാന ബഹുമതികൾ, അവർക്ക് കിട്ടിയിട്ടുള്ള പ്രധാന ബഹുമതികൾ എന്ന് പറഞ്ഞാൽ അർജുന അവാർഡ് 1994 അർജുന അവാർഡും 1994-95 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡും 1999 പത്മശ്രീയും ലഭിച്ചു. അടുത്തത് ലിയാണ്ടർ പേയ്സ്, ജന്മസ്ഥലം വെസ്റ്റ് ബംഗാൾ. പ്രശസ്തനായ ഇന്ത്യൻ ടെന്നീസ് താരമാണ്. ജൂനിയർ US ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. 17ാമത്തെ വയസ്സിൽ ലോക ജൂനിയർ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ലിയാണ്ടർ പേയ്സ് വെങ്കല മെഡൽ സ്വന്തമാക്കി. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരം. ഡേവിസ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഡബിൾസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടി എന്ന റെക്കോർഡിന് അർഹയായ വ്യക്തി. പ്രധാന ബഹുമതികൾ അർജുന അവാർഡ് 1990, 1996-97 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, 2001 പത്മശ്രീ, 2004 പത്മഭൂഷണം ലഭിച്ചു. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണെന്നാണ്. ഓപ്ഷൻ A വയലാർ രാമവർമ്മയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം 1961. ഇനി വയലാർ രാമവർമ്മ 1928 ജനിച്ചു, 1975 മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമാ നാടക ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്കു മരണമില്ല, എൻ്റെ
മാറ്റൊലി കവിതകൾ, കല്യാണ സൗഗന്ധികം, ആയിഷ, പുരുഷാന്തരങ്ങളിലൂടെ ഇവയൊക്കെയാണ് പ്രധാന കൃതികൾ. ഇതിൽ ആയിഷ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഖണ്ഡകാവ്യവും പുരുഷാന്തരങ്ങളിലൂടെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണവുമാണ്. ബാക്കിയുള്ളതെല്ലാം കവിതാ സമാഹാരങ്ങളാണ്. ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് 1965 ലഭിച്ചു. എസ്.കെ. പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 1980 ലഭിച്ചു. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് 1984 ലഭിച്ചു. എം.ടി. വാസുദേവൻ നായർക്കും സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി 1995 ലഭിച്ചു. ഒ.എൻ.വി. കുറുപ്പിനും സമഗ്ര സംഭാവന 2007 ലഭിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് സമഗ്ര സംഭാവനയ്ക്ക് 2019 ലഭിച്ചു. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ഒരേ ഒരു കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. നിലവിൽ 50 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. 2024 ജനനായക് എന്നറിയപ്പെടുന്ന ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി തക്കൂറിനും BJP നേതാവായ LK അദ്വാനിക്കും ഭാരതരത്ന ലഭിച്ചു. 2019 ഭാരതരത്ന ലഭിച്ചവർ നാനാജി ദേശ്മുഖ്, ഭൂപേന്ദ്രകുമാർ ഹസാരിക, പ്രണബ് മുഖർജി. ആദ്യമായി ഭാരതരത്ന ലഭിച്ചവർ സി രാജഗോപാലാചാരി 1954, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1954, ഡോക്ടർ CV രാമൻ 1954. ആദ്യമായി ലഭിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. 1955 ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിൽ നിന്ന് ഭാരതരത്ന നേടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി JRD ടാറ്റ 1992. ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് ഭാരതരത്നം ലഭിച്ച ഒരേ ഒരു വ്യക്തി M വിശ്വേശ്വരയ്യ 1955. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന മേഖലയിൽ നിന്ന് ഭാരതരത്നം നേടിയവർ ഡോക്ടർ ഭഗവാൻ ദാസ്, അമർത്യ സെൻ. കല എന്ന മേഖലയിൽ നിന്ന് ഭാരതരത്ന നേടിയവർ സത്യജിത് റേ 1992, MS സുബലക്ഷ്മി 1998, പണ്ഡിറ്റ് രവിശങ്കർ 1999, ലതാ മങ്കേഷ്കർ 2001, ഉസ്താദ് ബിസ്മില്ല ഖാൻ 2001, പണ്ഡിറ്റ് ഭീംസെൻ ഗുരുരാജ് ജോഷി 2009. 40ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. 2022 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഓസ്ട്രേലിയ. 2024 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി വെസ്റ്റ് ഇൻഡീസ് USA. 2026 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ശ്രീലങ്ക. 2028 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2030 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്. 2019 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്, വെയിൽസ്. 2023 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ. 2027 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. 2031 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ, ബംഗ്ലാദേശ്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് 2022 വേദി ന്യൂസിലാൻഡ്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് 2023 വേദി സൗത്ത് ആഫ്രിക്ക. 2023 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്ക. 2024 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ബംഗ്ലാദേശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.